അയാൾ പറഞ്ഞോട്ടെ. ഇന്നലെ വീട്ടിൽ നിന്ന് പോയതാ, ഞായറാഴ്ച വീട്ടിലെത്തിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാത്തിലും 10 എടുത്ത് പോരാ. എന്ത് പരിപാടിക്ക് പങ്കെടുത്താലും സമ്മാനമില്ലാണ്ട് വീട്ടിൽ വരുത്തില്ല. കഴിഞ്ഞ കൊറോണ സമയമില്ലേ, വീട് ആർക്കെങ്കിലും പണിയില്ല, ആർക്കെങ്കിലും പൈസയില്ല. നമ്മുടെ മക്കൾക്കെല്ലാം ഓൺലൈനായി ക്ലാസ് എന്ന് പറയുന്നു. മോന്റെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ ഒരു ഫോൺ മേടിച്ചു കൊടുക്കണം. അന്റെ കൈവരടിയ പൈസ ഫോണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞ് കുടുംബശ്രീ ഒരു പൈസ എടുത്തിട്ടുണ്ട്, നിങ്ങളിതിനെ ബേജാറാന്ന് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നല്ലോണം പഠിക്കുന്ന മോനെ മേടിച്ചു കൊടുത്ത് കേട്ട നല്ല മോളെ ഞാൻ മേടിച്ചു കൊടുത്തത്. അന്ന് മുതൽ ഒരു തല കുത്തോട്ട, പിന്നെ നീർന്നിട്ടില്ല, അടിയില്ല, ചിരിയില്ല, പത്താനുമില്ല. ഇപ്പൊ എന്നെ കാണുന്നതിന്റെ ഒരു ദേശം ഇല്ലാതെ വൈകുന്നേരം ആർക്ക് വന്നിട്ടാ പോലും വീട്ടിൽ വന്നത്. ഓക്കത് കണ്ടപ്പാട് ദേശം വന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഒലക്കേല കൂട്ടാൻ ടെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് മുടക്കുന്ന പോണില്ലേ, ഒറ്റ ഏറിനോ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചറിഞ്ഞ്. രാത്രി ഞാൻ നേരം പോയിട്ട് വീട്ടിലെത്തുമ്പോ ഇത് കേട്ട വളർക്ക് ദേഷ്യം വന്നു. ഞാനൊരു അടി കൊടുത്തിന്. തെറ്റാ നിങ്ങൾ പറ, നമ്മുടെ മക്കളെ നന്നാവാൻ വേണ്ടിയിട്ട് ഒരു അടി കൊടുത്ത് തെറ്റാ? അപ്പാടൊക്കെ ഇറങ്ങി പോകേണ്ട നമ്മളെന്തെല്ലാം കഷ്ടപ്പാട് വേണ്ടിയിട്ടാണ് പൊട്ടിട്ട് അപ്പാടൊക്കെ ഇറങ്ങി പോകേണ്ടത്. അതിന് വേണ്ടി പോട്ടു. ഓള് കുറെ സായി പറയുന്നത് ചെക്കന്റെ പോക്ക് ശരിയില്ല, ചെക്കന്റെ കോട്ട് കെട്ടി ശരിയില്ല, നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞ്. നേരത്തെ ഞാനെന്നാ പറയുന്നറിയാം, ആമ്പിള്ളറിലെ എടോ ആമ്പിള്ളറിലെ അങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമാധാനിപ്പിക്കുക അല്ലേ? എന്നാ പറഞ്ഞേ, എന്തേ ശരിയാക്കാന്ന വിട്ടെന്താവാ ശരിയാക്കാം. ടീച്ചറിന്റെ പൈസ പോകുമ്പോ, ഓളെ ബാങ്കിന്റെ പൈസ പോകുമ്പോ, ആനക്കത്തെ വീട്ടിൽ നല്ല കളം പോകുമ്പോ പറഞ്ഞ് ശരിയാക്കാന്ന്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ശരിയാവുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു കേട്ടാ. നമ്മുടെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാ അറിഞ്ഞില്ല നിങ്ങളെല്ലാവരും. അവർക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല, കളറൊന്നുമില്ല പറയുന്നത്. നമ്മുടെ ഇടവഴിയിലടക്കം അവരെത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. ജാതി അരിച്ച് അന്റെ പോകണം തെറ്റ് പറ്റൂല അല്ലേ? നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? നമ്മുടെ മക്കൾക്കൊന്നും തെറ്റ് പറ്റൂല എന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? വിചാരിക്കണ്ട കേട്ടോ, വിചാരിക്കണ്ട. നമ്മുടെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന്. അതൊക്കെ പോലെ വേണം. ഞാൻ ഒരു അന്വേഷിക്കാതെ സ്ഥലമൊന്നുമില്ല. നമ്മളെ മീൻ വെക്കുന്ന കാതർക്കിയുണ്ട്, മറ്റേ അപ്പുറമുള്ള ബീച്ചിലേക്കുള്ള കുറച്ച് കഷ്ടമായ അസ്കറ ഓരോ അടുത്ത ചങ്ങായി. പക്ഷേ ഞാൻ ആ വീട്ടിൽ ഇപ്പൊ പോയിട്ടാ വരുന്നത്. ആ എത്തി നോക്കുമ്പോ ആ ഉമ്മി ഒരേ കരച്ചത. ആ മോനും അങ്ങനെ തന്നെയാ പോലും. പക്ഷേങ്കിൽ ആ വീട്ടിന്റെ കോനായിക്ക് നിനക്കൊരു സാധനം കിട്ടി കേട്ടോ, അന്ന മോന്റെ ഈ ബാഗ്. ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരില്ലാതെ എനിക്ക് നടക്കില്ല. എന്താ ചെയ്യുക? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു കേട്ടാ. നമ്മുടെ മക്കളിലെ പിന്നെ നമ്മളുണ്ടാ, നമ്മുടെ നാടുണ്ടാ, നമ്മുടെ രാജ്യമുണ്ടാ. നമ്മുടെ രാജ്യത്തിന്റെ നട്ടലില്ല നമ്മുടെ കുട്ടികൾ. നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം തരാൻ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യും? നമ്മുടെ പീഡിയക്കാരൻ നാണാട്ടുണ്ട്. പറയാൻ ഒരു കൊറ്റ മോനാ. ഓൻ 1ാം ക്ലാസ് മുതൽ എല്ലാത്തിലും ഫസ്റ്റായിട്ട്, എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സായിട്ട് ഓനെ ഹോസ്റ്റലിൽ ഇപ്പോൾ പഠിച്ചത്. ആടുന്ന പിള്ളേർക്കോ കൊടുത്തെന്നാ പറയുന്നത്. എന്തോ കുറ്റം അന്നേരം മുതൽ പിരാന്തനാ, നട്ടപ്പിരാന്തേ. നമ്മളെ മക്കളെ തന്നെ തെറ്റിയതായിട്ടും സഹിക്കാൻ പറ്റും. നാളെ കിടന്നും വിചാരിച്ച് ഓനെ അങ്ങ് കൂട്ടി വന്ന് റൂമിലിട്ടിട്ട് അങ്ങ് കൂട്ടി. അന്ന് രാത്രി ഒരേ ഒറ്റപ്പാടെന്നാ പറയുന്നത്.
പിറ്റേന്ന് രാവിലെ ഓന്റെ അമ്മ രമണിയേക്ക് ചായ കൊടുക്കാൻ വേണ്ടി വാതിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്നാന്നറിയാം. ഇങ്ങനെ മാറ്റി പൊളിച്ച് കണ്ണും കുറിച്ച് കുടുമുടിയില്ലാതെ ചോരി ഒലിപ്പിച്ച് മുറിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. അന്നേരം കിടന്നേ വന്ന അമ്മ രമണിയേക്ക് പിന്നെ എണീച്ചില്ല കേട്ട. പറയാൻ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും. അന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും. മോനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ നാടിനെ ഇല്ലാണ്ടാക്കുന്ന, നമ്മുടെ തലമുറയെ ഇല്ലാണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിടാൻ പറ്റുമോ? വിടാൻ പറ്റുമോ? എല്ലാവരും മറ്റേ കൂടി ഉണ്ടാവില്ലേ? എല്ലാവരും കൂടി ഉണ്ടായില്ലേ? നമുക്ക് കൊറോണയിലേക്ക് വരത്തിയ പോലെ ഒറ്റക്കെട്ടായി നിന്നാലേ ഈ കാട്ടുവെള്ളം മാറാൻ നമ്മുടെ നാട്ടിൽ നിന്ന് എന്റെ മോനെ വേണം മറ്റേ കൊടുക്കണം. ഓനില്ലാതെ നടക്കൂല. നോക്കണം കേട്ടാ, കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കണം. നമ്മളെ മക്കളില്ല, പിന്നെ നമ്മളില്ല, നമ്മുടെ നാടില്ല. ഞാൻ പറ്റൂല. എല്ലാവരും ഉണ്ടാവൂലേ? എല്ലാവരും ഉണ്ടാവൂലേ? മാത്രം കേട്ടാ മതി കേട്ടാ. ഞാനൊന്ന് അപ്പുറം കൂടി അന്വേഷിച്ച് നോക്കട്ടെ. നിങ്ങളെ പരിപാടി വളർന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള രാകേഷ് എന്ന് പറയുന്ന കലാകാരനാണ് ഇവിടെ ഈ ഒരു പരിപാടി 125ഓളം സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ജില്ലാ യൂത്ത് ലീഗിന് വേണ്ടി ലഹരിക്കെതിരെയുള്ള പോരാടുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്.